കിട്ടില്ല. നമ്മൾ സർപ്രൈസ്. ഹായ് ഹലോ, വെൽക്കം ടു അവർ ലിറ്റിൽ തിങ്സ് ഡേയ്സ് ഓഫ് ലിവിങ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചാനൽ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ട്രിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഊട്ടി കൊടൈക്കനാൽ മൂന്നാർ ട്രിപ്പൊന്നുമല്ല, നമ്മുടെ ഈ അടുത്തൊരു കാക്കനാട് നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോവാണ് കേട്ടോ. ആക്ച്വലി അന്നുവിന് അറിയില്ല നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. അന്നുവിനോട് വരുന്നോന്ന് ചോദിച്ചു. അന്നു വരുന്നോന്ന് ചോദിക്കാനിരിക്കുന്നതിന് മുന്നേ ചാടി പുറപ്പെട്ടു കേട്ടോ. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതിനൊന്നും അന്നുവിനെ കുഞ്ചുവിനെ കൂട്ടാറില്ല പൊതുവേ. പിന്നെ ഇന്നെന്തോ എനിക്ക് അന്നുവിനെ കൂടെ കൂട്ടി പോകണം തോന്നി. അതിന് കുഞ്ചുവിനെ മുന്നേ പറഞ്ഞ് സോപ്പിട്ട് കുഞ്ചുവിനെ അല്ലേ കൂടുതലും കൊണ്ടുപോയേക്കുന്നത്, പ്രാവശ്യം അന്നുവിനെ കൊണ്ടുപോട്ടെ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് എന്തായാലും ഞങ്ങൾ ഇറങ്ങി. പകരം അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. കുഞ്ചുവിനും അമ്മൂമ്മയ്ക്കും ബിരിയാണി വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് ഞാനും അന്നുവും കൂടെ ഈ ട്രിപ്പ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അന്നു വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ലുലുവിൽ കയറി ഒരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു കേട്ടോ. എന്തായാലും ഹൗസ് വാമിങ്ങിനുള്ള ഗിഫ്റ്റൊന്നുമല്ല, പക്ഷേ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗിഫ്റ്റ് വേണമെന്ന് കരുതി ഒരു ഗിഫ്റ്റ് വാങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊരു പള്ളിയിൽ പെരുന്നാളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നു പറയുന്നുണ്ട്, അമ്മയെ വീഡിയോ എടുക്കുന്നത്. കാരണം അന്നു കാണുന്നതൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നതല്ലാതെ പോസ്റ്റ് ചെയ്യുന്നത് കുറവാണ്. എന്നുവെച്ചാൽ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി വീഡിയോസ് ഉണ്ടാകും എൻ്റെ ഫോണിൽ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അത് ഇപ്പോൾ അന്നുവിന് യൂസ്ഡാണ്. അതുകൊണ്ട് അന്നു പറയാറുണ്ട് വീഡിയോ എടുക്കുമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഗോൾഡൻ ലൈറ്റ് കണ്ടില്ലേ, വീഡിയോ എടുത്തുകൂടെയെന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ, അതായത് ഈ ATMനടുത്ത് ഒരു AC വെയിറ്റിംഗ് ഷെഡ് ഇങ്ങനെ ഒരെണ്ണം കൊച്ചിയിലല്ല കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഈ നിമിഷമാണ് കേട്ടോ അറിയുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ ആ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇനി ഒരു ദിവസം കയറി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ തോന്നി. എന്തായാലും ഞങ്ങൾ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ നൈറ്റ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാറിനേക്കാളും കൂടുതൽ എനിക്ക് 2 വീലറിന് പോകാനാണ് ഇഷ്ടം. 2 വീലറാണ് എനിക്ക് പൊതുവേ വണ്ടികളിൽ ഏറ്റവും ഇഷ്ടം. കുറേ നേരം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഒരു കാറ്റും വെളിച്ചവും ഒക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അനുഭവിച്ച് പോകാൻ പറ്റുന്നത് എപ്പോഴും 2 വീലറിലാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. പ്രസ്റ്റീജിൻ്റെ ഒരു വലിയ ഫ്ലാറ്റ് ആൻഡ് വില്ല സമുച്ചയത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ എൻ്റർ ചെയ്തത്, കാക്കനാട്. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് തന്നെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. നടന്നെത്താൻ പറ്റും തോന്നണില്ല, അത്രയധികം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങനെ വഴി ചോദിച്ച് പോവാണ്. സ്ട്രെയിറ്റ് റോഡൊക്കെയാണ്, പക്ഷേ ഏതാണ് വില്ല എന്ന് നമുക്ക് അറിയില്ലല്ലോ മുന്നേ. അപ്പോൾ അങ്ങനെ ചോദിച്ച് നമ്മൾ കറക്റ്റ് ആ വില്ലയുടെ ഫ്രണ്ടിലെത്തി. ഒരു 3 നില വില്ലയായിരുന്നു, നല്ല അടിപൊളി, ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു വില്ല കേട്ടോ. അപ്പം അതിഷ്ടപ്പെട്ടു. നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയ മെയിൻ പർപ്പസ് ഫുഡടിയാണോ വീട് കാണലാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തത് ആയിരിക്കും. പക്ഷേ നമ്മൾ അതിന് മുന്നേ കയറി ഒന്ന് വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. അന്നുവിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കയറി ഓടി നടന്ന് കാണാനും ഒക്കെ അന്നു മുന്നിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡടിക്കാൻ സൂപ്പ്, ഐസ്ക്രീം, ഫ്രഷ് ജ്യൂസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ കൊണ്ടാട്ടം, പൊറോട്ട ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കപ്പയും മീൻകറിയും. നമ്മൾ എവിടെ ചെന്നാലും കപ്പയും മീൻകറി ഉണ്ടെങ്കിലും കപ്പയും മീൻകറിയും കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ചു. അടുത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അഡൾട്ടിനും സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളായിരുന്നു. പിന്നെ ആ ബിൽഡിങ്ങിൽ ഒരു ജിമ്മൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എല്ലാം ഇങ്ങനെ നടന്ന് കാണുകയാണ്. ആകെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നുള്ളൊരു ചെറിയൊരു കുഞ്ഞു വാശി മാത്രമേ അന്നു കാണിച്ചുള്ളൂ കേട്ടോ. അല്ലാതെ അന്നു എൻ്റെ കൂടെ സൈലൻ്റ് ആയിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മളൊരു അടിപൊളി നൈറ്റ് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല വൈബായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയ മഴയുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേനും നല്ല മഴയായി. ജസ്റ്റ് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴ പെയ്തു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.